ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപാടെ തന്നെ ഉപ്പന്റെ കോള് വന്നേ. ബിരിയാണി ഉണ്ടാക്കിയാണ് വേഗം വരാണ്. ഒരുപാട് ലാഗടിപ്പിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കമ്പനി വണ്ടി അവിടെ നിൽക്കുന്നേ. അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ ആ വയ്യാ പോകുന്നത് വേണമെങ്കിൽ ഇതിൽ കയറിക്കോന്ന് പറഞ്ഞു. ഒരു മഞ്ഞ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഈ 2 കീടങ്ങളെ കണ്ടില്ല. പോക്കിമോ മാരക ലുക്കിലാണ് ഇറങ്ങിയത്. വണ്ടി കയറി നോക്കിയപ്പോൾ വണ്ടിക്കൊരു മാറ്റം, നീളം വലിപ്പമൊക്കെ കൂടിയ പോലെ. സംഭവം പുതിയ വണ്ടി ഇറക്കിയതാണ്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. ഇവരിടുന്ന എക്സ്പ്രഷനും അവിടെയുള്ള സ്ഥലമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. എനിക്കെന്തോ കക്കൂസ് പോണ പോലെ തോന്നിയത്. വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ മോൻ ഇതന്നെ പരിപാടി. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഈ കാണുന്ന മുതലാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മൈൻഡ്. ശരീരം കൊണ്ട് കുറച്ച് പ്രായം തോന്നിക്കുമെങ്കിലും ഇപ്പോഴും ചൂക്കിയാക്കിയിട്ടാണ്. എനിക്കിനി വേറെ വഴിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ അവരോട് സലാം പറഞ്ഞു. ഞാൻ വിട്ട്. രാവിലത്തെ വെയിലിനൊക്കെ എന്തൊരു ചൂടാണ്. അപ്പൊ ഈ പകലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. റോഡ് സൈഡിലാണെങ്കിൽ ഒരു തുള്ളി തണലില്ല. ഇവിടെ മരങ്ങളൊക്കെ റോഡിന് നടുക്കാ കൊണ്ടു വെച്ച്. പിന്നെ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ തണലും പിടിച്ച് അങ്ങോട്ട് നടന്ന്. ഇനി വെയിൽ കൊണ്ട് നടക്കാനാവില്ല. അപ്പണ്ട് ഒരു കാക്കണ്ട് പറഞ്ഞു ഞാൻ അതിലെ പോണത്, ബസ്സിന് കൊടുക്കുന്ന പൈസ തന്നാൽ മതി, ഞാൻ അവിടെ ഇറക്കി തരാറ്. അൽഹംദുലില്ലാ ഹൈറ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സൂര്യനാണെങ്കിൽ ഫുൾ ചാർജിൽ കത്തി നിൽക്കാണ്. ഇനി ഇവിടെ വെയിൽ കൊണ്ടെന്നാൽ ചിലപ്പോൾ ഞാൻ ഹാവി ആയി പോകും. ഞാൻ നേരെ ഇപ്പം റൂമിലേക്കാണ്ട് വിട്ട്. റൂമിലെത്തിയ അവിടെ തന്നെ ഫുഡ് കഴിച്ച് രാത്രി കള്ളാവ് വീട്ടാനുള്ള കുറെ ഉറക്കമുണ്ട്. അപ്പൊ അത് വീട്ടാൻ വേണ്ടി ഒറ്റ കിടത്തം. എന്നാ ബാക്കി അടുത്തേല്. ഓക്കെ ബൈ.